ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നമുക്ക് 1000 വ്യൂസിന് ഇതിന് എത്ര രൂപയാണ് കിട്ടുക എന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു വീഡിയോയ്ക്ക് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് ഇത് പലവിധ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ടോപ്പിക് മാറുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന റവന്യൂവിൽ മാറ്റം വരാം. അതുപോലെ ഏത് കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്നതിനനുസരിച്ച് റവന്യൂയിൽ മാറ്റം വരാം. പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് 4000 വ്യൂസ് എല്ലാം ഉള്ള 2 വീഡിയോസ് ഇവയ്ക്ക് ഒരുപോലെയാണോ റവന്യൂ എല്ലാം വരുന്നത് എന്ന്. അപ്പോൾ ഇതിന്റെ റവന്യൂ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കാരണം വ്യത്യസ്തമായ വീഡിയോസിന് CPC വ്യത്യസ്തമായിരിക്കും. CPC എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. കോസ്റ്റ് പെർ ക്ലിക്ക് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന റവന്യൂ ഇത് കൂടുകയും കുറയുകയും എല്ലാം ചെയ്യും. CPC എന്നത് PPC എന്നും അറിയപ്പെടുന്നുണ്ട്. PPC എന്നാൽ പേ പെർ ക്ലിക്ക് എന്നാണ്. നമ്മുടെ വീഡിയോ അഡ്വർടൈസർ ഫ്രണ്ട്ലി ആകുമ്പോഴാണ് നമ്മുടെ വീഡിയോക്ക് ആഡ്സ് എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ അഡ്വർടൈസർ ഫ്രണ്ട്ലി പോളിസി മനസ്സിലാക്കി വീഡിയോസ് എല്ലാം ചെയ്യുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 lakh വ്യൂസ് എല്ലാം കിട്ടിയ ഒരു വീഡിയോ ഉണ്ട്, എന്നാൽ ഇത് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആയ വീഡിയോ അല്ല എങ്കിൽ ഇതിൽ അഡ്വർടൈസ്മെന്റ് ഒന്നും വരികയില്ല. അതിനാൽ തന്നെ നമുക്ക് അതിൽ നിന്നും വരുമാനമൊന്നും ലഭിക്കില്ല. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഇതിന് കൂടുതൽ വ്യൂസ് എല്ലാം വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ അതിൽ നമുക്ക് റവന്യൂ എല്ലാം കൂടും. മറ്റൊരു കാര്യം 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസിൽ നിന്നുള്ള വരുമാനം, അതുപോലെ 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസിൽ നിന്നുള്ള വരുമാനത്തിൽ മാറ്റമെല്ലാം വരാം. കാരണം 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസിൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചാനൽ കാറ്റഗറി ബേസ് ചെയ്ത് ഏകദേശം എത്ര രൂപയെല്ലാം 1000 വ്യൂസിന് ലഭിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ ചാനൽ എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1000 വ്യൂസിന് 9 രൂപ മുതൽ 71 രൂപ വരെ എല്ലാം ലഭിക്കാം. ഇനി നിങ്ങൾ കോമഡി ചാനൽ എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ 22 രൂപ മുതൽ 29 രൂപ വരെ എല്ലാം ലഭിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി ചാനലിന് വരുന്നത് 24 രൂപ മുതൽ 139 രൂപ വരെ എല്ലാമാണ്. എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് കാറ്റഗറിയിലെല്ലാം നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ 1000 വ്യൂസിന് ഏകദേശം 7 രൂപ മുതൽ 74 രൂപ വരെ എല്ലാം ലഭിക്കാം. റെസിപ്പി അല്ലെങ്കിൽ കുക്കിംഗ് ചാനലെല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് 7 രൂപ മുതൽ 66 രൂപ വരെ എല്ലാം 1000 വ്യൂസിന് ലഭിക്കാം. ഇനി DIY ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന കാറ്റഗറിയിലാണ് നിങ്ങളുടെ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 രൂപ മുതൽ 30 രൂപ വരെ എല്ലാം ലഭിക്കാം. മൂവി റിവ്യൂസ് എല്ലാം ചെയ്യുന്ന ചാനലിന് 19 രൂപ മുതൽ 44 രൂപ വരെ എല്ലാമാണ് 1000 വ്യൂസിന് ലഭിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ഏകദേശ കണക്ക്. ഇനി മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലിന് അവർക്ക് 1000 വ്യൂസിന് എത്ര രൂപയെല്ലാം കിട്ടുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. ഇതിനായി അവർക്ക് YT സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം റവന്യൂയിൽ പോയാൽ RPM എന്നൊരു ഓപ്ഷൻ കിട്ടും. RPM വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിന്റെ വരുമാനമെല്ലാം വർദ്ധിക്കും. അതുപോലെ RPM കുറയുകയാണെങ്കിൽ നമ്മുടെ റവന്യൂ എല്ലാം കുറയും. RPM എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള വരുമാനം, മെമ്പർഷിപ്പിൽ നിന്നുള്ള വരുമാനം, യൂട്യൂബ് പ്രീമിയം റവന്യൂ, സൂപ്പർ ചാറ്റ്, സ്റ്റിക്കേഴ്സ് ഇവയിൽ നിന്നുള്ള റവന്യൂ എല്ലാം കൂടിയതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്